ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇംഗ്ലീഷ് വളരെ ഈസിയായി പഠിക്കണം എന്നാഗ്രഹിച്ച് ജോയിൻ ചെയ്ത ആൾക്കാരാണല്ലേ. എങ്ങനെ ഒരു ഭാഷ വളരെ ഈസിയായി സംസാരിക്കാൻ പഠിക്കാം? നമ്മൾ എത്രാമത്തെ വയസ്സിലാണ് മലയാളം സംസാരിക്കുന്നത്? ഒരു 3 വയസ്സാകുമ്പോൾ നമ്മൾ വളരെ ഫ്ലുവൻ്റായിട്ട് മലയാളം സംസാരിക്കുന്നു അല്ലേ. 3-ാമത്തെ വയസ്സിൽ നമുക്ക് മലയാളം എഴുതാൻ അറിയോ, വായിക്കാൻ അറിയോ? ഇതൊന്നും നമുക്കറിയില്ല. സോ ഒരു ഭാഷ സംസാരിക്കാൻ എഴുതാൻ അറിയണ്ട, വായിക്കാൻ അറിയണ്ട. അപ്പോൾ അതിൻ്റെ ഗ്രാമർ അറിയണോ? 3-ാമത്തെ വയസ്സിൽ നമുക്ക് മലയാളത്തിൻ്റെ ഗ്രാമർ അറിയില്ലല്ലോ. ഇപ്പോഴും നമുക്കറിയില്ല അല്ലേ. എന്നിട്ടും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള മലയാളം നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ ഒരു ഭാഷ സംസാരിക്കാൻ എഴുതാൻ അറിയണ്ട, വായിക്കാൻ അറിയണ്ട, ഗ്രാമർ ഒന്നും അറിയണ്ട. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ മലയാളം പഠിച്ചതും അമേരിക്കയിൽ ജനിക്കുന്നൊരു കുട്ടി 3 വയസ്സാകുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ചൈനയിൽ ജനിക്കുന്നൊരു കുട്ടി ചൈനീസ് സംസാരിക്കുന്നതും. അപ്പോൾ ഏതൊരു ഭാഷ സംസാരിക്കാനും നമ്മൾ ചെയ്യേണ്ട 2 കാര്യമെന്ന് പറയുന്നത് വി ഷുഡ് ലിസൺ ടു ദ പർട്ടിക്കുലർ ലാംഗ്വേജ്. ആ ഭാഷ നമ്മൾ നന്നായിട്ട് കേൾക്കണം. നമ്മൾ ചുറ്റുഭാഗത്തുള്ള ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടത് കൊണ്ടാണ് നമ്മൾ മലയാളം സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ നന്നായിട്ട് കേൾക്കണം. കേട്ടാൽ മാത്രം മതിയോ? അതിങ്ങനെ പറഞ്ഞ് പ്രാക്ടീസും ചെയ്യണം. സോ ലിസണിങ് ആൻഡ് പ്രാക്ടീസിങ്, ദീസ് ആർ ദ വെരി ബേസിക് 2 മെത്തേഡ്സ് ടു സ്പീക്ക് എ ലാംഗ്വേജ്. ഒരു ഭാഷ സംസാരിക്കാൻ നന്നായിട്ട് കേൾക്കണം, അതുപോലെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ധാരാളം മിസ്റ്റേക്സുകൾ വരുത്തും. അതിനെപ്പറ്റി ഒന്നും വറീഡ് ആവേണ്ട. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയാണ് നമ്മൾ പെർഫെക്ഷനിലോട്ട് എത്തുന്നത് അല്ലേ. വെനെവർ വി ഡു സംതിങ് ന്യൂ വി വിൽ മേക്ക് മിസ്റ്റേക്സ്. ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കും. അതിനെപ്പറ്റി ഓർത്ത് നമ്മൾ വറീഡ് ആവേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാണ് നമ്മൾ പെർഫെക്ഷനിലോട്ട് എത്തുന്നത്. ഓക്കെ, സോ നെവർ എവർ വറി അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്സ്. യു ക്യാൻ മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ഇഫ് യു ആർ നോട്ട് മേക്കിംഗ് എനി മിസ്റ്റേക്സ് ഇറ്റ് മീൻസ് യു ആർ നോട്ട് ട്രൈങ് എനിത്തിങ് ന്യൂ. ഒരു മിസ്റ്റേക്കും വരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പുതുതായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല. പഴയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പുതുതായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നാണ്. സോ ആരും മിസ്റ്റേക്കിനെ കുറിച്ച് വറീഡാവേണ്ട. മിസ്റ്റേക്ക് എത്ര സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഇന്ന് മുതൽ ക്ലാസ് കേൾക്കാനും പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ റെഡി ആവണം. ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ ഈസിയാണ്. സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. സോ ഡോണ്ട് വറി അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്സ്. യു ക്യാൻ ലേൺ ഇംഗ്ലീഷ് ടുഗെദർ.